സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന സിപിഎം ആരോപണം നിഷേധിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അധികാരത്തിലിരിക്കുന്നവരുടെ കുടുംബാംഗങ്ങൾക്ക് ജോലി നൽകാനുള്ളതല്ല സർവകലാശാലകളെന്നും ഗവർണർ ന്യൂസ് 18നോട് പറഞ്ഞു. വിവാദങ്ങൾക്കിടെ കണ്ണൂർ സർവകലാശാല അടിയന്തര സിൻഡിക്കേറ്റ് യോഗവും ചേർന്നു. सेवा था माशाल्लाह, वो भी ऐसे ही है जैसे मंदिर के दर्शन हैं, जो मुझे बताया गया है कि वहाँ इतने वृद्ध लोग हैं, फिजिकली चैलेंज लोग हैं, लेप्रोसी पेशेंट्स हैं और इतने सालों से वो उनकी सेवा कर रहे हैं. तो आज वहाँ का कार्यक्रम है, वहीं से ही सीधे. अब बहुत सारे आरोप लगते रहते हैं, उसका तो कोई नहीं. लेकिन अगर यूनिवर्सिटी में एक आदमी जो सत्ता में बैठा हुआ है, उसकी पत्नी अगर शिकायत आती है मेरे पास कि जिसको 641 नंबर मिले, जिसको 654 मिले, जिसको 500 नंबर मिले, उन सबको नजरअंदाज करके जिसको 134 मिले और जिसके पास टीचिंग, ये शिकायत है, बिल्कुल शिकायत आई मेरे पास. तो इसको देखने का मतलब है कि सरकार गिराई जाएगी. इसको देख रहे हैं, हमारे पास एक शिकायत आई है, उसकी जांच कर रहे हैं. अगर सही निकली तो जाहिर है यूनिवर्सिटी इस काम के लिए नहीं है कि वो सत्ताधारी लोगों के परिवार के लोगों को जॉब प्रोवाइड करे. यूनिवर्सिटी इसके लिए कि वहाँ एकेडमिक्स का अपॉइंटमेंट होना चाहिए, और अगर तथ्यहीन पाया गया तो फिर ठीक है. അതിനിടെ വിഷയത്തിൽ പ്രതികരിച്ച് പ്രിയ വർഗീസ്, വേട്ടയാടൽ കെ രാഗേഷിന്റെ ഭാര്യ ആയതുകൊണ്ടാണെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രിയ വർഗീസിന്റെ പ്രതികരണവുമുണ്ടായി. മനു ഭരതം, ബി അരുണും SS ശരണും വിവരങ്ങളുമായി ചേരുന്നു. മനു, വിഷയത്തിനകത്ത് ഗവർണറുടേതടക്കം വന്നിരിക്കുന്ന പ്രതികരണം ഇതൊരു അന്വേഷണ വിധേയമായിട്ട് സ്റ്റേ ചെയ്തിരിക്കുന്നു. അതായത് അതൊരു സർക്കാരിനെതിരെയുള്ള ഒരു നടപടിയല്ല, പക്ഷേ ഇതിനകത്ത് ഉയർന്നിരിക്കുന്ന പരാതികളുടെ സത്യാവസ്ഥ അറിയേണ്ടതുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം ഗവർണറുടെ ഭാഗത്തു നിന്നും ചേരുമ്പോൾ സർവകലാശാല അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത് കൂടുതൽ നിയമോപദേശങ്ങൾ കൂടി തേടിയ പിൻബലത്തിലാണോ? വിവരങ്ങൾ എന്താണ്? അല്ല, ഞാനിപ്പോൾ ഈ വൈസ് ചാൻസലറുടെ വസതിക്ക് മുന്നിലാണ് നിൽക്കുന്നത്. സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് യോഗം ഇന്ന് വിളിച്ചു ചേർത്തതിനൊരു പ്രധാന കാരണമുണ്ട്. കാരണം നാളെ തന്നെ കണ്ണൂർ സർവകലാശാല ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കുകയാണ്. നാളെ തന്നെ ഇതിനുള്ള ഹർജി തയ്യാറാക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. ഇതിൽ അനുകൂലമായൊരു വിധിക്കാണ് സാധ്യത എന്നുള്ള ഒരു തരത്തിൽ നിയമോപദേശവും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇതുമായി മുന്നോട്ട് പോകാനാണ് വൈസ് ചാൻസലർ ആലോചിക്കുന്നത്. ഇതിന് സിൻഡിക്കേറ്റിൽ അദ്ദേഹം ഈ വിഷയം അവതരിപ്പിക്കുകയും അത് സിൻഡിക്കേറ്റ് അതിന് പിന്തുണ നൽകുകയും ചെയ്ത ഒരു സാഹചര്യമാണുള്ളത്. ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കണം എന്നത് തന്നെയാണ് സിൻഡിക്കേറ്റിൻ്റെ നിലപാട്. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അസാധാരണമായ ഒരു നിയമ പോരാട്ടത്തിനുള്ള വഴി തുറന്നു കഴിഞ്ഞു. ഇനി ഇത് ഉറപ്പായി തീർച്ചയായും ഗവർണർക്കെതിരെയുള്ള നീക്കമായി കോടതിയെ സമീപിക്കാനാണ് കണ്ണൂർ സർവകലാശാല ആലോചിക്കുന്നത്. ആ നീക്കം എന്തായാലും ഉണ്ടാകും എന്നും വ്യക്തമായി കഴിഞ്ഞു. അനുകൂലമായൊരു വിധി ഉണ്ടാകുമെന്ന ഒരു തികഞ്ഞ ആത്മവിശ്വാസത്തിൽ കൂടിയാണ് സിൻഡിക്കേറ്റ് ഈ നീക്കവുമായി മുന്നോട്ട് പോകുന്നത്. വിഷയവിദഗ്ധർ തെരഞ്ഞെടുത്ത ഒരാളെ തങ്ങൾക്ക് അപ്പോയിൻറ്റ് ചെയ്യുക എന്നതാണ് അതിൻ്റെ പൂർണ്ണമായ നടപടിക്രമം എന്നാണ് സിൻഡിക്കേറ്റും സർവകലാശാല അധികൃതരും പറയുന്നത്. അപ്പോൾ ആ നടപടിക്രമം പാലിക്കുക മാത്രമാണ് ചെയ്തത്. ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങളുടെ ഒരു ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ലംഘനം ആണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ MB ജയരാജനുമായും സംസാരിച്ചപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിയമലംഘനങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യം കണ്ടെത്തിയിരുന്നെങ്കിൽ അത് തിരുത്താൻ സർവകലാശാലയോട് ആവശ്യപ്പെടുന്നതിന് പകരം വൈസ് ചാൻസലറുടെ ഈ നടപടിയെ അപ്പാടെ സ്റ്റേ ചെയ്യുന്നത് ഈ സർവകലാശാല നിയമങ്ങൾക്ക് അനുസൃതമല്ല എന്നാണ് CPM നിലപാട്. ഏതായാലും ഈ സെക്ഷൻ 7(3) പലതരത്തിലാണ് ഇപ്പോൾ അതിൻ്റെ ഒരു സെക്ഷൻ 7(3) സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരുന്നത്. അപ്പോൾ സെക്ഷൻ 7(3) അനുസരിച്ച് ഗവർണർക്ക് ഇത് റദ്ദ് ചെയ്യാം എന്ന് ഉണ്ട്. പക്ഷേ സ്റ്റേ ചെയ്യാനാകുമോ എന്നൊരു സംശയം എന്നതിനെക്കുറിച്ച് പറയുന്നുമില്ല. അപ്പോൾ ഈ സർവകലാശാല ആക്ടിലെ സെക്ഷൻ 7(3) അനുസരിച്ച് സ്റ്റേ സാധ്യമാണോ, അതിനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചും ഈ ആക്ടിൽ പറയുന്നില്ല. അപ്പോൾ എങ്ങനെയാണത്
പരമായി നിലനിൽക്കുക എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ആശയക്കുഴപ്പങ്ങളുണ്ട്. ഏതായാലും ഇതൊക്കെ ഇനി കോടതിയിൽ എങ്ങനെ ഇത് അവസാനിക്കും എന്നതാണ് എല്ലാവരും ഇപ്പോൾ ജിജ്ഞാസയോടെ ഉറ്റുനോക്കുന്നത്. റൈറ്റ്, മനു ഭരത് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വി അരുൺ ചേർന്നു. അരുൺ, VC നിയമനത്തിൽ തന്റെ അധികാരം വെട്ടുന്ന ബില്ലിൽ ഒപ്പിടാതെ ഗവർണർ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഉണ്ടാവുകയില്ല എന്നുള്ള നിലപാട് ഒരു വശത്ത്, അതോടൊപ്പം പൂർണ്ണമായും ഗവർണറുടെ നിലപാടിനെ കോടതിയിൽ തന്നെ ചോദ്യം ചെയ്യാമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ കണ്ണൂർ സർവകലാശാലയും ഒപ്പം സർക്കാരും, ഒപ്പം ജനകീയ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കമാണെന്നുള്ള പ്രസ്താവനയിലൂടെ പൂർണ്ണമായും ഇതിനകത്തൊരു രാഷ്ട്രീയ മാനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ CPM-ന് കഴിയുകയും ചെയ്തിരിക്കുന്നു. അത് ഏത് ഘട്ടത്തിലേക്ക് കടക്കുന്നു? ഗവർണർ ആ ബില്ലിൽ ഒപ്പിടുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആവശ്യമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് വീണ്ടും സർക്കാരിനെ കൊണ്ടുവന്നിരിക്കും. പക്ഷേ ഗവർണർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത്തരം എന്ത് നിയമം വന്നാലും അതിൽ ഒപ്പിടേണ്ട ഞാനാണ് എന്ന് ഗവർണർ ഇതിനകം സർക്കാരിന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ വിഷയം കൂടുതൽ വലിയ വിവാദങ്ങളിലേക്ക് പോകുമെന്ന് ഉറപ്പാണ്, കൂടുതൽ തർക്കങ്ങളിലേക്ക് പോകുമെന്ന് ഉറപ്പാണ്. ഗവർണറെ ഈ രീതിയിൽ സ്വതന്ത്രമായി വിട്ടാൽ അത് സംസ്ഥാന സർവകലാശാലകളുടെ ഭരണത്തിൽ RSS തലപ്പത്തുള്ളവർ വന്നേക്കാം എന്നൊരു ആശങ്ക CPM-നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് CPM ഈ രീതിയിൽ അതിനെ നേരിടുന്നത്. കണ്ണൂർ സർവകലാശാല വിഷയവും CPM നിയമപരമായി നേരിടാൻ CPM നേരിട്ടിറങ്ങില്ലെങ്കിലും കണ്ണൂർ സർവകലാശാല എല്ലാ പിന്തുണയും CPM-ഉം സർക്കാരും നൽകും. അതും രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി ഗവർണർ ചെയ്യുന്ന നടപടിയെ തന്നെയാണ് CPM കാണുന്നത്. പ്രത്യേകിച്ച് സ്വജനപക്ഷപാതം എന്ന ഇന്നലെ ഗവർണറുടെ ആ പ്രഖ്യാപനം, ആ ഒരു പ്രസ്താവന CPM നേതൃത്വത്തിന് ഉദ്ദേശിച്ചുള്ളതാണ്. ഇരുപക്ഷവും ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ഇത് കൂടുതൽ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും. ഒരുപക്ഷെ സംസ്ഥാനം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രതിസന്ധിയാണ്, അല്ലെങ്കിൽ ഏറ്റുമുട്ടലാണ് ഗവർണറും സർക്കാരുമായി ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്. ഗവർണർ കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകമായി, മോദി ഭരണത്തിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന വിമർശനമാണെന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഉന്നയിച്ചത്. ED പോലുള്ള കേന്ദ്ര ഏജൻസി ഗവർണർമാർ ഉപയോഗിച്ചും സംസ്ഥാനങ്ങളെ ഭരണം സ്തംഭിപ്പിക്കാനും അവിടെ അസ്ഥിരപ്പെടുത്താനും കേന്ദ്രം ശ്രമിക്കാറുണ്ട്. അത് കേരളത്തിലും ആരിഫ് മുഹമ്മദ് ഖാനെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ നടത്തുന്ന വിലയിരുത്തുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഈ ശക്തമായ ഒരു എതിർപ്പിലേക്ക് CPM നീങ്ങുന്നത്. നേരത്തെയൊക്കെ ഗവർണറുമായി പല വിഷയങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴും കടുത്ത നിലപാടിലേക്ക് CPM നേതൃത്വമോ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണരംഗത്തെ പ്രമുഖരോ പോയിരുന്നില്ല. ഒരു സമവായത്തിന്റെ പാതയായിരുന്നു അവർ സ്വീകരിച്ചത്. പക്ഷേ ഇനി അത്തരം ഒരു സമവായത്തിന്റെ പാത വേണ്ടെന്ന നിലപാടിലാണ് CPM സർക്കാർ നിലവിലുള്ളത്. പക്ഷേ അപ്പോഴും ചില പ്രശ്നങ്ങളിൽ ഗവർണറുടെ പിന്തുണയില്ലാതെ സർക്കാരിന് മുന്നോട്ട് പോകാനാകാത്ത സാഹചര്യം ഉണ്ടാകും. അരുൺ, ഇതിനകത്ത് ദേശീയ അന്വേഷണ ഏജൻസികളും സർക്കാരുമായി ഉണ്ടായിരുന്ന റിഫ്റ്റ് പോലെ തന്നെ അങ്ങനെ രാഷ്ട്രീയപരമായി കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുകയാണ് എന്ന രീതിയിലുള്ള അന്ന് നടന്ന അതേ ഒരു നിലപാടിലേക്ക് തന്നെ ഗവർണർ വിഷയത്തിലേക്കും സർക്കാർ കടക്കുന്നു. ആ രീതിയിലുള്ള രാഷ്ട്രീയ പ്രസ്താവനകൾ വരുന്നു. പ്രിയ വർഗീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് പറയുന്നതും അതേ രീതിയിലേക്ക് തന്നെയുള്ള, പക്ഷേ ഈ വിഷയത്തിനകത്ത് മുൻ സാഹചര്യങ്ങൾ പോലെയുള്ള ഒരു തുറന്ന പോരാട്ടത്തിലേക്ക് അതിനൊരു രാഷ്ട്രീയമാനം കൊണ്ടുവരാൻ സർക്കാരിന് പൂർണ്ണമായി കഴിയുമോ? സർക്കാർ അതിനുള്ള ശ്രമത്തിലാണ്, അല്ലെങ്കിൽ അത്തരമൊരു തീരുമാനത്തിലാണ് CPM എത്തിച്ചേർന്നിട്ടുള്ളത്. പക്ഷേ അപർണ ചോദിച്ചതുപോലെ അത്ര എളുപ്പമല്ല സർക്കാരിന് പൂർണ്ണമായും ഗവർണറെ പിണക്കി നിർത്തുക എന്നുള്ളത്. നേരത്തെ CPM ഗവർണറുടെ വിഷയത്തിൽ കടുത്ത നിലപാടിലേക്ക് പോകാത്തതിന് കാരണം ദൈനംദിന ഭരണനിർവഹണത്തിൽ സർക്കാരും ഗവർണറുമായി പലപ്പോഴും യോജിച്ചു പോകേണ്ടി വരും. അവിടെ ഒരു വിടവുണ്ടായാൽ നിരന്തരം സുഖമായി മുന്നോട്ട് പോകേണ്ടെന്ന വിലയിരുത്തൽ CPM നടത്തിയതാണ്. അതുകൊണ്ടാണ് ഗവർണർ സർക്കാരിനെ മുൾമുനയിൽ നിർത്തുമ്പോൾ നേരത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കാര്യത്തിലുമൊക്കെ സർക്കാരിന്റെ ഒരു ദിവസം തന്നെ പൂർണ്ണമായും ഗവർണർ മുൾമുനയിൽ നിർത്തിയ ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോഴും കടുത്ത എതിർപ്പിലേക്ക് വിമർശനത്തിലേക്ക് CPM പോകാത്തതിന് കാരണം ദൈനംദിന ഭരണത്തെ അത് ബാധിക്കുന്നു. ഗവർണറും സർക്കാരുമായി നല്ല ബന്ധത്തിൽ പോകണമെന്ന നിലപാട് കൊണ്ടാണ്. ഗവർണർ പദവിയൊക്കെ നേരത്തെ തന്നെ CPM ചോദ്യം ചെയ്തിട്ടുള്ളതാണ്. CPI അതേ നിലപാട് പലപ്പോഴും ആവർത്തിച്ചു. പക്ഷെ അപ്പോഴും ഒരു തർക്കം പൂർണ്ണമായും വേണ്ട എന്ന നിലപാടിലേക്ക് CPM എത്തിയത്. പക്ഷെ ഇപ്പോൾ ഗവർണർ തന്റെ അധികാര പരിധി മറികടക്കുന്നു. കൂടുതൽ കടന്നുകയറ്റം സർവകലാശാലകളുടെ പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തുന്നു. സർവകലാശാലകളുടെ നയ തീരുമാനം പോലും സ്വാധീനിക്കാൻ ഗവർണർ ശ്രമിക്കുന്നു. അത് RSSന്റെ നിർദ്ദേശപ്രകാരമാണ്. RSS അജണ്ട അവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഒരു കടുത്ത നിലപാടിലേക്ക് CPM നീങ്ങുന്നത്. ഗവർണറും വിട്ടുകൊടുക്കാൻ എടുക്കാമല്ല. സ്വജനപക്ഷപാതം സർവകലാശാലകളിൽ അനുവദിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ വർഗീസ് ഒന്നാം റാങ്കിലുള്ള ലിസ്റ്റ് തീർച്ചയായും CPM-നെതിരെയുള്ള ഒരു നീക്കം തന്നെയാണ്. അത് ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ശക്തമായ നിലപാടിലേക്ക് ഗവർണറും അതുപോലെ സർക്കാരും പോകും. കൂടുതൽ വലിയ പ്രതിസന്ധി ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുകയും ചെയ്യും. റൈറ്റ്, വി അരുൺ കൂടി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ശോഭായാത്രകൾക്ക് അല്പസമയത്തിനകം തുടക്കമാകും. തിരുവനന്തപുരത്ത് നിന്ന് SS ശരൺ ചേരുന്നു. ശരൺ, വിവരങ്ങളിലേക്ക്.
തിരുവനന്തപുരത്ത് നിന്ന് SS ശരൺ ചേർന്നു. ശരൺ, എപ്പോഴായിരിക്കും ശോഭയാത്ര ചടങ്ങുകൾ തുടങ്ങുക? അപർണ, തീർച്ചയായിട്ടും അതായത് ബാലഗോകുലത്തിന്റെ ശോഭായാത്ര അല്പസമയത്തിനകം തന്നെ തുടങ്ങും. നമ്മളുള്ളത് പാളയത്താണ്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷവും ശോഭായാത്ര നടത്തിയിരുന്നില്ല. കോവിഡ് പ്രതിസന്ധികൾ മൂലം ശോഭയാത്ര ഒഴിവാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ വിപുലമായ രീതിയിൽ ശോഭയാത്ര നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു ഒരുക്കമാണ് ഇവിടെ പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്നത് പോലെ തന്നെ ഉണ്ണിക്കണ്ണന്മാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഗോപികമാരെയൊക്കെ അണിനിരത്തിക്കൊണ്ടുള്ള വർണ്ണാഭമായ ശോഭയാത്ര അതിന് അല്പസമയത്തിനകം തന്നെ തുടക്കമാകും. പാളയത്ത് നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ പാളയം ഗണപതി ക്ഷേത്രത്തിന് മുന്നിലാണ് ഇപ്പോൾ ഈ ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും ഒക്കെ ഉള്ളത്. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ എല്ലാവരും ഒരുങ്ങി തയ്യാറായി നിൽക്കുകയാണ്. ഈ യാത്രയ്ക്കായി തയ്യാറായി നിൽക്കുകയാണ്. അല്പസമയത്തിനകം ഇവിടെ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ പുത്തരിക്കണ്ടം വരെയാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. കൃത്യമായ ക്രമീകരണങ്ങളുണ്ട്. നമുക്കറിയാം, ഇവിടുന്ന് കഴിഞ്ഞ 2 പ്രാവശ്യവും ഇല്ലാത്തതുകൊണ്ട് തന്നെ വിപുലമായ രീതിയിൽ നടത്തുന്നു. 100 കണക്കിന് കുട്ടികളെ ഇവിടെ എത്തിച്ച് അത്തരത്തിലുള്ള ശോഭയാത്രയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ക്രമീകരണങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ രീതിയിൽ തന്നെ വലിയ ആഘോഷ പരിപാടികൾ, ഇത്തവണ ശ്രീകൃഷ്ണ ജയന്തി വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ് സംസ്ഥാനത്തെമ്പാടും നടത്തുന്നത്. കഴിഞ്ഞ 2 പ്രാവശ്യവും ഈ ഉത്സവങ്ങൾ, ക്ഷേത്രത്തിലെ ഉത്സവങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട ആഘോഷവേളകളെല്ലാം പരിമിതമായ സാഹചര്യത്തിൽ നടത്തുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ കോവിഡ് പ്രതിസന്ധിയെല്ലാം മാറിയിരിക്കുന്നു. കോവിഡിനെല്ലാം അതിജീവിച്ച് വളരെ സന്തോഷത്തോടു കൂടി ആളുകൾ മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ കഴിയുന്ന ഒരു കാലമാണ്. ഈ കാലത്ത് വളരെ വർണ്ണാഭമായ രീതിയിൽ തന്നെ ശോഭയാത്ര സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഉള്ള ഒരുക്കങ്ങൾ കൂടിയാണ് ഇപ്പോൾ ഈ പാളയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലാണ്. നമുക്കറിയാം, കോവിഡിന് മുൻപും ബാലഗോകുലം ഇത്തരത്തിലുള്ള പരിപാടികൾ സംസ്ഥാനത്തെമ്പാടും സംഘടിപ്പിച്ചിരുന്നതാണ്. നേരത്തെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള പരിപാടികൾ ഉണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ നമുക്കറിയാം, ഈ ശോഭായാത്ര നടക്കുന്നതിനൊപ്പം തന്നെ മറ്റ് ഗ്രാമപ്രദേശങ്ങളിലും മറ്റ് മേഖലകളിലുമൊക്കെ ശോഭായാത്ര നടക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ നിരത്തുകളാകെ തന്നെ ഉണ്ണിക്കണ്ണന്മാരെയും ഗോപികമാരെയും എല്ലാം കൊണ്ട് നിറയുന്നൊരു കാഴ്ച അത് നമുക്ക് അധികം വൈകാതെ തന്നെ കാണാൻ കഴിയും. ഇപ്പോൾ കുട്ടികളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ മനോഹരമായ രസകരമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയേറെ വർണ്ണാഭമായ കാഴ്ചകൾ അത് നമ്മൾ കഴിഞ്ഞ 2 വർഷവും നമുക്ക് അന്യമായിരുന്നു. അതാണിപ്പോൾ അത്തരത്തിലുള്ള കാഴ്ചകളാണ് നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ പാളയം ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും ശോഭായാത്ര ആരംഭിക്കും. പുത്തരിക്കണ്ടം വരെയാണ് 7 മണി വരെ. അതുകൊണ്ട് തന്നെ കൃത്യമായ ഗതാഗത ക്രമീകരണം അടക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 7 മണി വരെ നീണ്ടു നിൽക്കുന്ന ശോഭയാത്രയായിരിക്കും തിരുവനന്തപുരം നഗരത്തിൽ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് സംഘാടകർ നേരത്തെ പോലീസിനെ അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഗതാഗതം അടക്കം നിയന്ത്രിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഗതാഗതത്തിനൊരു ക്രമീകരണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായിട്ടും അധികം വൈകാതെ തന്നെ, നമ്മൾ പ്രതീക്ഷിക്കുന്നതും അധികം വൈകാതെ തന്നെ ശോഭായാത്രയ്ക്ക് തുടക്കമാകുമെന്നുള്ള കാര്യമാണ്. കൂടുതൽ കുട്ടികളെ അടക്കം ഇവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപർണ. SS ശരൺ വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്തു നിന്നുള്ള ദൃശ്യങ്ങൾ. ശോഭായാത്രയുടെ ചടങ്ങുകൾ തുടങ്ങുകയാണ്.
മധ്യപ്രദേശിൽ കാണാതായ മലയാളി ക്യാപ്റ്റൻ നിർമ്മൽ ശിവരാജിന്റെ മൃതദേഹം കണ്ടെത്തി. നിർമ്മൽ സഞ്ചരിച്ച കാർ മിന്നൽ പ്രളയത്തിൽപ്പെട്ടതാണെന്നാണ് സൂചന. മഖൻ നഗറിലെ ബച്ചാര ഗ്രാമത്തിന് സമീപം കുറ്റിക്കാട്ടിൽ കുടുങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. ഡ്രെയിനിന്റെ ഒഴുക്ക് വിലയിരുത്താൻ ക്യാപ്റ്റന് കഴിഞ്ഞില്ലെന്ന് SP ഗുർകരൻ സിംഗ് പറഞ്ഞു. ये 16 तारीख को मॉर्निंग में आर्मी अथॉरिटीज़ ने हमें इन्फॉर्म किया कि उनके कैप्टन जो हैं वो जबलपुर से लौट रहे थे और 15 की रात से उनकी कोई लोकेशन ट्रेस नहीं हो पा रही है. 16 की सुबह से ही हमने अपनी टीम्स पुलिस की रवाना कर दी और साथ ही में SDRF की भी हमने एक टुकड़ी जो है उस क्षेत्र में जहां उनकी लास्ट लोकेशन थी बाबई में वहां सर्चिंग के लिए लगाया. और ये जो सर्चिंग है वो आज तक चली है और फिर आज हमें उनकी जो कार है वो भी रिकवर हुई है और उनकी जो है बॉडी भी रिकवर हुई है. देखिए, जहाँ तक हमारे पास इन्फॉर्मेशन है, कैप्टन निर्मल डिसीज्ड इनका नाम था और ये AEC पचमढ़ी में कुछ ट्रेनिंग के लिए आए थे और जबलपुर से लौट रहे थे. तो भारी बारिश के कारण उस दिन इन्होंने जो रास्ता है वो बख्तरा बाड़ी बरेली वाला रास्ता यूज़ किया और बीच में एक नाला पड़ता है, नाले का ये आंकलन नहीं कर पाए और उसको क्रॉस करने का संभवतः इन्होंने रिस्क लिया और उसमें ये आगे बह गए. नहीं, ऐसा नहीं है. हमने पूरी फुटेजेस चेक की हैं. ऐसा कोई भी एंगल कोई सैबोटाज का या थ्रेट का नहीं है. संभवतः ये है कि उन्होंने जो असेसमेंट की पानी की वो ठीक से नहीं कर पाए और जो डीप नाला था उसमें उन्होंने अपनी गाड़ी चलाने की कोशिश की, जिसकी वजह से गाड़ी. ബാങ്കിലും നിരവധി കമ്പനികളിലും ജോലി കിട്ടിയെങ്കിലും നിർമ്മൽ കൂട്ടാക്കിയില്ലെന്നും കാർഗിൽ യുദ്ധകാലത്താണ് മകൻ സൈനിക സേവനം വേണമെന്ന് തീരുമാനിച്ചതെന്നും അച്ഛൻ ശിവരാജൻ പറഞ്ഞു. ഉച്ചയാകുമ്പോഴത്തേക്കും നാളെ 2 മണിക്ക് അവർ എത്തുമെന്നാണ് നമ്മളോട് പറഞ്ഞേക്കണത്. അപ്പോൾ അത് ഞാനിപ്പോൾ കേന്ദ്രമന്ത്രി മുരളീധരൻ സാറ് വിളിച്ചിരുന്നു. അദ്ദേഹത്തിനുമായിട്ട് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യമുള്ളിടത്തോളം അവർ ഡിലേ വരാണ്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 മണിക്ക് ബോഡി ഇവിടെ കൊണ്ടുവരുവാണെങ്കിൽ പിന്നെ ഫ്ലൈറ്റൊക്കെ അല്ല, എന്തെങ്കിലും ഡിലേ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു പക്ഷേ നാളെ തന്നെ ഞങ്ങൾ നാട്ടിൽ പോകും, അതല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് രാവിലെ പോകും. ഇത് അപകടമരണം തന്നെയാണെന്നല്ലേ കരുതുന്നത്? അപകടമാണ്, വെള്ളത്തിൽ പോയിട്ട് തന്നെ, അത് തന്നെ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. എന്നാൽ മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നമൊന്നുള്ളതായിട്ട് നമുക്കറിയില്ല. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ അറിയാം. പിന്നെ എന്താ വേറെ ഒന്നും സംഭവിക്കാൻ വഴിയില്ല. കാരണം അവന് ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ ആരുമായിട്ടൊന്നും ഒരു വല്ലാത്തൊരു നേച്ചറാണ് അവൻ്റെ എന്ന് പറഞ്ഞാൽ ആരുമായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കില്ല. വളരെ കാര്യമായിട്ട് എല്ലാവരുമായിട്ട് സൗഹൃദത്തിൽ പോകുന്ന ഒരു ഇതാണ്. അപ്പം പിന്നെ അല്ലെ തന്നെ അവിടെ ആ ഐസൊലേറ്റഡ് ഏരിയ ആരെ വേണമെങ്കിൽ നമുക്ക് പറയാം, വല്ല ഭീകരപ്രവർത്തനേ ഉള്ളൂ. രാവിലെ നടത്തിയ തെരച്ചിലിൽ നിർമ്മൽ സഞ്ചരിച്ച കാർ കണ്ടെത്തിയിരുന്നു. എറണാകുളം മാമംഗലം സ്വദേശിയാണ് നിർമ്മൽ. സംസ്കാരം നാളെ വൈകിട്ട് പച്ചാളം ശ്മശാനത്തിൽ നടക്കും. സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, വീട്ടുകാരുടെ പ്രതികരണങ്ങൾ വരുന്നു. സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചും ഒപ്പം കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ സംബന്ധിച്ചും എല്ലാമുള്ള പ്രതികരണങ്ങൾ, വിവരങ്ങളിലേക്ക്. അപർണ, ഓഗസ്റ്റ് 15-നാണ് നിർമ്മൽ ശിവരാജൻ അപകടത്തിൽപ്പെടുന്നത്. ജബൽപൂരിൽ നിന്ന് ഭാര്യയെ കണ്ട് മടങ്ങും വഴിയാണ് അപകടം സംഭവിച്ചത്. ജോലി സ്ഥലമായ പാച്മൌഡിയിലേക്ക് 85 കിലോമീറ്റർ കൂടെ ബാക്കിയുണ്ടായിരുന്നു. അതിനിടയിലാണ് മിന്നൽ പ്രളയം ഉണ്ടായത്. റോഡിൽ മഴ പെയ്യുന്നു, അതുകൊണ്ട് റോഡ് തകരാറിലാണ്, വഴി തിരിച്ചു പോവുകയാണ് എന്ന് നിർമ്മൽ അച്ഛനെയും ഭാര്യയെയും വിളിച്ച് അറിയിച്ചിരുന്നു. തുടർന്ന് 8:30 മണിയോടുകൂടി ഭാര്യയെ വീണ്ടും ബന്ധപ്പെട്ടിരുന്നു. അതിനുശേഷം നിർമ്മലിന്റെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. GPS-ഉം തകരാറിലായിരുന്നു. തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് ഇന്ന് രാവിലെ നിർമ്മലിന്റെ കാർ കണ്ടെത്തുന്നത്. അതിനുശേഷം ഉച്ചയോടുകൂടി ഭൗതിക ശരീരവും കണ്ടെത്തി. മഖൻ ഗ്രാമത്തിൽ ഒരു കുറ്റിക്കാട്ടിലായിരുന്നു മൃതശരീരം കിടന്നിരുന്നത്. ഏതായാലും ഈ മിന്നൽ പ്രളയത്തെ അതിജീവിക്കാൻ നിർമ്മലിന് സാധിച്ചില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും മൃതശരീരം നാളെ ഉച്ചയോടുകൂടി നാട്ടിലെത്തിക്കും. തുടർന്ന് ഇവിടെ എറണാകുളത്തെ പൊതു ശ്മശാനത്തിൽ തന്നെ സംസ്കരിക്കാനാണ് തീരുമാനം. സുവി വിശ്വനാഥൻ വിവരങ്ങൾ നൽകിയത്. ഇടവേള.